ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ. മൂവാറ്റുപുഴയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികളെ വലച്ച് വിമതർ മത്സരരംഗത്ത്. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ 86 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. മൂവാറ്റുപുഴ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികളെ വലച്ച് വിമതർ മത്സരരംഗത്ത്. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോഴാണ് വിവിധ മുന്നണികൾക്ക് തലവേദന സൃഷ്ടിച്ച് വിമതന്മാർ തുടരുന്നത്. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ മൂവാറ്റുപുഴ നഗരസഭയിൽ 86 സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത്. മൂവാറ്റുപുഴ നഗരസഭയിൽ 1-ാം വാർഡിൽ കോൺഗ്രസിലെ മുൻ കൌൺസിലർ കെ സുബൈർ വിമതനായി രംഗത്തുണ്ട്. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുനീർ കടികുളമാണ് മത്സരിക്കുന്നത്. CPIയിലെ PK ബാബുരാജാണ് LDF സ്ഥാനാർത്ഥി. ഇതുകൂടാതെ നജീബ് നാലിയത്ത് സലീം എന്നൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയുണ്ട്. 16-ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായി ബെന്നി ജോൺ രംഗത്തുണ്ട്. കൂടാതെ മുൻ കൌൺസിലർ സേവ്യർ ജോസഫും ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. മുൻപും സ്വതന്ത്രനായി ഈ വാർഡിൽ സേവ്യർ ജയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സജീവ് മത്തായി തന്നെയായിരുന്നു അന്നും എതിരാളിയായി ഉണ്ടായിരുന്നത്. ഇവിടെ LDF സ്ഥാനാർത്ഥിയായി CPIയിലെ ജോർജ് വെട്ടിക്കുഴിയാണ്. BJPക്കായി KK രമണനും രംഗത്തുണ്ട്. 22-ാം വാർഡിൽ UDF വിമതനും മുൻ കൌൺസിലറുമായ ജയകൃഷ്ണൻ നായരും ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. LDFിലെ വിജയൻ തട്ടായത്തും UDFിൽ നിലവിൽ കൌൺസിലറായ ബിന്ദു ജെയിനുമാണ് മത്സരരംഗത്തുള്ളത്. വാളകം പഞ്ചായത്ത് 13-ാം വാർഡിൽ മുൻ അംഗം ജോർജ് കുട്ടി UDF റിബലായി രംഗത്തുണ്ട്. ഇവിടെ ജേക്കബ് P തോമസ് ആണ് UDF സ്ഥാനാർത്ഥി. 14-ാം വാർഡിൽ നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാറാമ ജോണും UDF വിമതയായി രംഗത്തുണ്ട്. മോൾസി എൽദോസ് ആണ് ഇവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. 4-ാം വാർഡിൽ UDF വിമതനായി രംഗത്തുള്ള TP ജോയി തേവർമടത്തിലിന് LDF പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഇവിടെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറി വാർഡ് ശ്രദ്ധേയമാവുകയും ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറി PA രാജുവാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് UDF വിമതന് പിന്തുണ നൽകിയത്. UDFിലെ നിലവിലെ രജിത സുധാകരനാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി. മാറാടി 2-ാം വാർഡിൽ UDF വിമതയായി രമാ പരമേശ്വരനും രംഗത്തുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം ഷാൻഡി എബ്രഹാമാണ് UDF സ്ഥാനാർത്ഥി. P ശുഭയാണ് LDF സ്ഥാനാർത്ഥി. ഇവിടെ 10-ാം വാർഡിൽ UDF വിമതനായി ജോസഫ് ഗ്രൂപ്പിലെ ജെറിൻ ജോർജ് മത്സരിക്കുന്നുണ്ട്. ജിഷ പുള്ളോർക്കുടിയിലാണ് UDF സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥി UDFിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന KN സാബുവാണ്. പായപ്പട പഞ്ചായത്തിലും വിമതശല്യം നേരിടുന്നുണ്ട്. 10-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിക്ക് വെല്ലുവിളിയായി മുസ്ലിം ലീഗിലെ ഷറഫുദ്ദീൻ രംഗത്തുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.